കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അപ്രതീക്ഷിതമായിരുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായിരുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത്. സന്ദീപ് CPMലേക്ക് പോകുമെന്ന വാർത്തകൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലായിരുന്നു അപ്രതീക്ഷിതമായി അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയത്. കോൺഗ്രസിൽ ചേർന്നതിന് ശേഷവും BJPക്കെതിരെയും K സുരേന്ദ്രനെതിരെയും സന്ദീപ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ BJPയിൽ നിന്നും നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് സന്ദീപ് വാര്യർ. BJPയിലെ അസംതൃപ്തരെയാണ് സന്ദീപ് ലക്ഷ്യമിടുന്നത്. ഇത് വ്യക്തമാക്കി ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിപ്പിടുകയും ചെയ്തു. BJP വിട്ട് കോൺഗ്രസിലെത്തുന്ന ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്ന ഉറപ്പും അദ്ദേഹം നൽകുന്നു. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് മതനിരപേക്ഷതയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുവാൻ സന്നദ്ധയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല. ഇതുറപ്പാണ് എന്നാണ് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. BJPയിലെ അസംതൃപ്തരെയാണ് സന്ദീപ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം BJPയിൽ നിന്ന് രാജിവെച്ച വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാനുള്ള നീക്കവും സന്ദീപ് വാര്യർ തുടരുകയാണ്. മധുവുമായി അദ്ദേഹം ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടുവെന്നും ആലോചിച്ച് മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞതായും KP മധു ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. മധുവിനെ LDFയിലേക്ക് എത്തിക്കുവാനുള്ള നീക്കവും സജീവമായി തുടരുന്നുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ LDFുമായോ UDFുമായോ സഹകരിക്കുമെന്നും മധു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ശേഷം BJPക്കാർ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ചില പ്രാദേശിക പ്രവർത്തകർ അവരുടെ വിഷമം പറഞ്ഞിരുന്നുവെന്നും മധു പറഞ്ഞു. സന്ദീപ് വാര്യർക്കും മധുവിനും പിന്നാലെ കൂടുതൽ BJP നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചാടുമോ എന്ന ഭയം സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. ജനസ്വാധീനമുള്ള സന്ദീപ് വാര്യരെ പിണക്കി കോൺഗ്രസിലേക്ക് എത്തിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് പ്രവർത്തകരിൽ ഭൂരിഭാഗവും പറയുന്നുണ്ട്. അതിന്റെ ഫലം പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായി പ്രതിഫലിച്ചെന്നും ചില വിലയിരുത്തലുകളുണ്ട്. അതേസമയം കേരളത്തിലെ തർക്കത്തിൽ K സുരേന്ദ്രന് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയും ലഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന അധ്യക്ഷനായി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തുടരട്ടെ എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. BJPയിൽ നിന്നും നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാനുള്ള സന്ദീപ് വാര്യരുടെ നടപടികളിലൂടെ ഇനിയും കൂടുതൽ നേതാക്കൾ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയാം.